മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമ വൻ ഹിറ്റായി മാറിയിരിക്കുകയാണ്. തരുമൂർത്തിയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 107.5 കോടി നേടിയിരിക്കുകയാണ് തുടരും. മോഹൻലാലിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റ് ചിത്രമായ എമ്പുരാൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി 105.43 കോടി രൂപയാണ് നേടാനായത്. കെ.ആർ. സുനിലിനൊപ്പം സംവിധായകൻ തരുമൂർത്തിയാണ് മോഹൻലാൽ നായകനായ തുടരിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഷൺമുഖൻ എന്ന കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാൽ വേഷമിട്ടിരിക്കുന്നത്. ഒരു ടാക്സി ഡ്രൈവർ കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ മോഹൻലാലിൻ്റെത്. ലളിത എന്ന വീട്ടമ്മയായി നായിക കഥാപാത്രമായി ശോഭന എത്തിയപ്പോൾ ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു, ബിനു പപ്പു, ഇർഷാദ് അലി, ആർഷ കൃഷ്ണപ്രഭ, പ്രകാശ് വർമ്മ, അരവിന്ദ് എന്നിവർ കഥാപാത്രങ്ങളായുണ്ട്. തുടരും മറ്റൊരു പേര് കൂടി ആലോചിച്ചിരുന്നു വെളിപ്പെടുത്തിയിരിക്കുകയാണ് തരുമൂർത്തി ഇപ്പോൾ. വിൻറ്റേജ് എന്ന പേരിലായിരുന്നു മോഹൻലാൽ ചിത്രത്തിനായി ആലോചിച്ചത് എന്ന് തരുമൂർത്തി വെളിപ്പെടുത്തി. സിനിമയെ ചേർന്ന് നിൽക്കുന്ന പേരാണ് തുടരും. എന്ത് പ്രശ്നങ്ങൾ സംഭവിച്ചാലും ഒരാളുടെ ജീവിതം തുടരും എന്ന ഫോർമാറ്റിലാണ് തുടരും എന്ന പേര് നൽകിയത്. അവസാന ഷെഡ്യൂളായപ്പോൾ വിൻറ്റേജ് എന്നൊരു സജഷൻ ഉണ്ടായി. എന്നാൽ മോഹൻലാൽ വിൻറ്റേജിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കും. വിൻറ്റേജ് മോഹൻലാലിനെ തിരിച്ചു കൊണ്ടുവരാനല്ല സിനിമ. വിൻറ്റേജ് എന്ന പേര് ലാലേട്ടനോട് പറഞ്ഞപ്പോൾ എന്തിനാ മോനെ മനോഹരമായി തുടരും എന്ന് വാക്കുള്ളപ്പോൾ മറ്റൊരു പേരെന്ന് ചോദിച്ചു. അങ്ങനെ ആ പേര് ഉറപ്പിക്കുകയായിരുന്നു എന്നും തരുമൂർത്തി പറയുന്നു. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിൽ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. തുടരുമിലെ പ്രമേയത്തിന് ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുമൂർത്തി വ്യക്തമാക്കി. കഥ കേട്ടപ്പോൾ ആവേശഭരിതനായാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും ചർച്ചയായി മാറിയ തുടരും സംവിധായകൻ തരുമൂർത്തി വെളിപ്പെടുത്തി.